Next chapter, classification of elements and periodicity in properties. Okay, third chapter ആണ് classification of elements and periodicity in properties. ഓക്കെ, നമുക്ക് നോക്കാം എന്തിനാണ് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റഡി ഇൻഡിവിജ്വലി ദ കെമിസ്ട്രി ഓഫ് ഓൾ ദീസ് എലമെൻറ്റ്സ് ആൻഡ് ദിയർ ഇന്നമ്മറബിൾ കോമ്പൗണ്ട്സ് ഇൻഡിവിജ്വലി. To ease out this problem, scientists searched for a systematic way to organize their knowledge by classifying elements. അല്ലേ, നൂറുകണക്കിന് എലമെൻറ്റ്സ് നമുക്ക് ചുറ്റുമുണ്ട് നോണായിട്ടുള്ള. ആ നോൺ എലമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് അത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉണ്ട് അല്ലേ. അതായത് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് കാണിക്കുന്ന, ഫിസിക്കലി ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ധാരാളം എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ എലമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതിന്, അതിൻ്റെ കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്നതിന്, അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി, അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് ഒരു ക്ലാസിഫിക്കേഷൻ നെസസറിയാണ്, അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വി നീഡ് ടു ക്ലാസിഫൈ എലമെൻറ്റ്സ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റഡി ഇൻഡിവിജ്വലി ദ കെമിസ്ട്രി ഓഫ് ഓൾ ദീസ് എലമെൻറ്റ്സ് അല്ലേ. ഓരോ എലമെൻറ്റ്സിൻ്റെ കെമിസ്ട്രിയും ഇപ്പോൾ പഠിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഡെപ്തിൽ പോകുന്നുണ്ട് അല്ലേ. അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സ്റ്റാൻഡേർഡ്സിലൊക്കെ വരുന്നിടം തൊട്ട് പഠിക്കുകയാണെങ്കിൽ, തുടക്കം തൊട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ മെറ്റൽസ് പഠിക്കും, നോൺ മെറ്റൽസ് പഠിക്കും, കെമിസ്ട്രി ഓഫ് മെറ്റൽസ്, കെമിസ്ട്രി ഓഫ് നോൺ മെറ്റൽസ്. പിന്നെ ഒരുപാട് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സബ്ബായിട്ടല്ലേ, മുറിച്ച് താഴോട്ട് വരുമ്പോൾ ഉള്ളത്. എലമെൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. ഹൈഡ്രോജൻ എന്ന് പറയുന്ന എലമെൻസിനെ കുറിച്ച് നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ആദ്യം നോക്കേണ്ട കാര്യം ആദ്യകാലത്തെ പീരിയോഡിക് ക്ലാസിഫിക്കേഷനൊക്കെയാണ്. ഡൊബേറൈനർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അത് ഏളീസ്, അതായത് 1800, മനസ്സിലായല്ലോ, 1800, 1800കളുടെ തുടക്കത്തിലൊക്കെ the first to consider the idea of trends among properties of elements. എലമെൻസിൻ്റെ ട്രെൻഡ്സിലെ പ്രോപ്പർട്ടീസിലെ ട്രെൻഡൊക്കെ കണ്ടെത്തിയ ഒരു സയൻറ്റിസ്റ്റാണ് ഡൊബേറൈനർ. 1829 he noted that similarity among the physical and chemical properties of several groups of 3 elements. അദ്ദേഹം 3 എലമെൻസിൻ്റെ ഗ്രൂപ്പിനെയാണ്, അത് എൻ സി ആർ ടിയുടെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കണം ഏതൊക്കെയാണെന്ന്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള എലമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള എലമെൻറ്റ്സ് 3 എലമെൻറ്റ്സ് എന്ത് കാണിക്കുന്നു, പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കാണിക്കുന്ന, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കാണിക്കുന്ന 3 എലമെൻറ്റ്സിന് അപ്പോൾ ഒരു 100 എലമെൻറ്റ്സിനെ ഒന്നും അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് നോണായിട്ടുള്ള അറിയപ്പെടുന്ന എലമെൻറ്റ്സിൽ കുറേ എലമെൻറ്റ്സിന് ഏകദേശം ഒരു 3-6 എണ്ണമൊക്കെ അദ്ദേഹം കൊടുത്തു ത്രികങ്ങൾ എന്ന് പേരിട്ട് വിളിച്ചു, ട്രയാഡ്സ് എന്ന് പറയും. മനസ്സിലായല്ലോ. ഹി നോട്ടഡ് എ സിമിലാരിറ്റി എമോങ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സെവറൽ ഗ്രൂപ്പ്സ് ഓഫ് 3 elements, triads. In each case, he noticed that the middle element of each of the triads had an atomic weight about halfway between the atomic weights of other 2. അതായത് മിഡിൽ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് ആണ്. ഫസ്റ്റിൻ്റെയും ലിഥിയത്തിൻ്റെയും സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ട്രയാഡ്സിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സോഡിയത്തിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് വെയ്റ്റ് ഓഫ് ലിഥിയം പ്ലസ് അറ്റോമിക് വെയ്റ്റ് ഓഫ് പൊട്ടാസ്യം ബൈ 2 ആണ് കേട്ടോ. അത് വളരെ വ്യക്തമായിട്ടൊക്കെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോക്കണം, അത് ആഡ് ചെയ്ത് നോക്കിയിട്ട് ഡിവൈഡൊക്കെ ചെയ്ത് അതിൻ്റെ ആവറേജ് എടുത്ത് നോക്കണം. ആവറേജ് എടുക്കുമ്പോഴത്തേക്ക് ട്രയാഡ്സിൻ്റെ മിഡിൽ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, the next reported attempt to classify elements was made by a French geologist, AEBD Cancourtius in 1962 കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ജിയോളജിസ്റ്റ് എൻ്റെ ആയിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു ജിയോളജിസ്റ്റ്, അറിയാമല്ലോ ജിയോളജിസ്റ്റ്. അപ്പോൾ ആ ജിയോളജി എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന, റിലേറ്റഡ് ടു എർത്താണ്. അപ്പോൾ ജിയോളജിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, AEBD എന്താണ്, കാൻകോർട്ടോയിസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ജിയോളജിസ്റ്റാണ്. ഡി വരുന്നില്ലേ, ലിയനാർഡോ ഡി കാപ്രിയോ ഒക്കെ ഇല്ലേ, അത് ഫ്രഞ്ചാണ്. ഇപ്പോൾ ഡി ബ്രോളി,
അപ്പോൾ ഡി എന്താണ് കാൻകോർട്ടോയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ഫ്രഞ്ച് ജിയോളജിസ്റ്റ് 1862 1862 അദ്ദേഹം എന്തെടുത്തു, ഹി അറേഞ്ച്ഡ് ദ ദെൻ നോൺ എലമെൻറ്റ്സ്, അന്നറിയപ്പെടുന്ന എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തു ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് ആറ്റോമിക് വേസ് ആൻഡ് മെയ്ഡ് എ സിലിണ്ട്രിക്കൽ ടേബിൾ ഓഫ് എലമെൻറ്റ്സ് ടു ഡിസ്പ്ലേ ദ പീരിയോഡിക് റെക്കറൻസ് ഓഫ് പ്രോപ്പർട്ടീസ്. അന്ന് അറിയപ്പെട്ടിരുന്ന എലമെൻറ്റ്സിനെ അദ്ദേഹമാണെങ്കിൽ അറേഞ്ച് ചെയ്തു. എങ്ങനെ അറേഞ്ച് ചെയ്തു? ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയ്റ്റ്സിൻ്റെ ഇൻക്രീസിങ് ഓർഡർ അറേഞ്ച് ചെയ്തു. എന്നിട്ട് മെയ്ഡ് എ സിലിണ്ട്രിക്കൽ ടേബിൾ, ഒരു സിലിണ്ട്രിക്കൽ ടേബിൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഡിസ്പ്ലേ ദ പീരിയോഡിക് റെക്കറൻസ് ഓഫ് പ്രോപ്പർട്ടീസ്, പീരീഡ് വരുമ്പോഴത്തേക്ക് പ്രോപ്പർട്ടീസ് റെക്കർ ചെയ്യുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ടെക്സ്റ്റിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന് ശേഷമുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പൊതുവെ പഠിക്കുന്നത് അറിയാൻ നിങ്ങൾക്ക് ന്യൂലാൻസിൻ്റെ അഷ്ടക നിയമമാണ്, ലാ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയും. ജോൺ അലക്സാണ്ടർ ന്യൂലാൻസ് ഇൻ 1865 propounded the law of octaves. He arranged the elements in the increasing order of their atomic weights and noted that every eighth element had properties similar to the first element. അല്ലേ, സംഗീത സ്വരങ്ങളെ പോലെ, നോട്ട്സ് ഓഫ് മ്യൂസിക്കിലെ പോലെ സാ രി ഗ മ പ ധ നി അഗെയിൻ സാ വരത്തില്ലേ, അതുപോലെ എന്താണ് എയ്ത്ത് എലമെൻ്റ് ഈസ് ദ റെപ്പറ്റീഷൻ ഓഫ് ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കണം, ലോ ഓഫ് ഒക്ടേവ്സ് ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പം എഴുതി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എട്ടാമത് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് സംഗീത സ്വരത്തിൽ വരുന്ന കൂട്ട് തന്നെ സാ എന്ന് പറയുന്ന സ്വരം റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തന്നെ എയ്ത്ത് എലമെൻ്റ് ഈസ് ദ റെപ്പറ്റീഷൻ ഓഫ് ഫസ്റ്റ് എലമെൻ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? He arranged the elements in increasing order of their atomic weights. Atomic weights-ൻ്റെ increasing order എലമെൻസിനെ അറേഞ്ച് ചെയ്തു. and noted that every eighth element had properties similar to the first element. ടെക്സ്റ്റ് നോക്കി അത് നോട്ട് എഴുതിയെടുക്കണം. ഓക്കെ, the periodic law as we know today owes the development to the Russian chemist Dmitry Ivanovich Mendeleev and the German chemist Lothar Meyer. ഓക്കെ, ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പീരിയോഡിക് ടേബിളിൻ്റെ തുടക്കത്തിന് കാരണമായിട്ടുള്ളത് ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ് എന്ന് പറയുന്ന റഷ്യൻ കെമിസ്റ്റും ലോത്തർ മേയർ എന്ന് പറയുന്ന ജർമ്മൻ കെമിസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ ഡൊബേറൈനറിൻ്റെ ട്രയാഡ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ജിയോളജിസ്റ്റായ AEBD കാൻകോർട്ടോയിസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്, സിലിണ്ട്രിക്കൽ ട്യൂബ്, ടേബിൾ ഓഫ് എലമെൻറ്റ്സ് നോക്കി. അത് കഴിഞ്ഞിട്ട് അഷ്ടക നിയമം, ലാ ഓഫ് ഒക്ടേവ്സ്, അത് പറഞ്ഞത് ജോൺ അലക്സാണ്ടർ ന്യൂലാൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ വരുന്നു? ഡിമിട്രി മെൻഡലീവിലേക്കും ജർമ്മൻ കെമിസ്റ്റായ ലോതർ മേയറിൻ്റെ പീരിയോഡിക് ലോയിലേക്കും വരുന്നു. ഓക്കെ, നമുക്കത് നോക്കാം. അവർ പറഞ്ഞ കാര്യം, അതായത് നമ്മുടെ മെൻഡലേവ് പറഞ്ഞ കാര്യം, ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലേവ് അല്ലേ, മെൻഡലേവ് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെൻറ്റ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? The physical and chemical properties of elements are the periodic functions of their atomic masses എന്നാണ് പറഞ്ഞത്. ആറ്റോമിക് മാസസിൻ്റെ ിലുള്ള സിമിലാരിറ്റി കൊണ്ടാണ് പീരിയോഡിക്കായിട്ട് എന്ത് കാണിക്കുന്നത്? കെമിക്കൽ പ്രോപ്പർട്ടീസിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും എന്താണ് സാദൃശ്യം എലമെൻറ്റ്സ് കാണിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനെ എതിർക്കുന്നതാണ്, അതിനെ തിരസ്കരിക്കുന്നതാണ് മോഡേൺ പീരിയോഡിക് ലോ. ഒരു വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം എന്താണ്? The physical and chemical properties of elements are the periodic functions of their atomic masses. ആണോ? അല്ല. The physical and chemical properties of elements are the periodic functions of their atomic numbers. മനസ്സിലായല്ലോ? ആറ്റമിക് മാസ് എന്ന് മെൻഡലീവ് പറഞ്ഞപ്പോൾ ആറ്റമിക് നമ്പേഴ്സ് ആണ് ആര് പറഞ്ഞത്? ഹെൻറി മോഷ്ലി. The beginning of the 20th century witnessed the profound developments in
theories about subatomic particles. In 1913, the English physicist Henry Moseley observed regularities in the characteristic X-ray spectra of the elements. He showed that the atomic number is a more fundamental property of an element than its atomic mass. അറ്റോമിക് മാസിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് എലമെൻറ്റ്സ് സിമിലാരിറ്റി കാണിക്കുന്നത്. എവിടെ സിമിലാരിറ്റി കാണിക്കുന്നത്? പീരിയോഡിക് ഫങ്ഷൻസിൽ, അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പീരിയോഡിക് ഫങ്ഷൻസിൽ സിമിലാരിറ്റി കാണിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെൻറ്റ് ഓർ എലമെൻറ്റ്സ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ്. കേട്ടോ, പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് എന്തിൻ്റെ? ദെയർ അറ്റോമിക് നമ്പേഴ്സ് എന്നാണ് ആര് പറഞ്ഞത്? ഹെൻറി മോഷ്ലി പറഞ്ഞത്. അപ്പോൾ ഞാൻ തുടക്കം തൊട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. എന്തിനാണ് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? വേറെ പണിയില്ലാത്തതുകൊണ്ടാണോ? എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഡെപ്തിൽ പഠിക്കാൻ വേണ്ടിയാണ്, പിന്നെ പെർപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ്, അഥവാ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ്, പിന്നെ ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിനെ ഡെപ്തിലോട്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് വേയിലാണ് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ, നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് തുടക്കം വിട്ടതെന്ന് പറഞ്ഞാൽ ജോവാൻ ഡൊബേറൈനറാണ്. ഡൊബേറൈനറിൻ്റെ ട്രയാഡ്സ്. അത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് പറഞ്ഞത് AEBD കാൻ കോർട്ടോയ്സ് എന്ന് പറയുന്ന ഫ്രഞ്ച് ജിയോളജിസ്റ്റിനെ കുറിച്ചാണ്. അദ്ദേഹമാണെങ്കിൽ സിലിണ്ട്രിക്കൽ ടേബിൾ ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്തു. ഇൻക്രീസിങ് അറ്റോമിക് വെയ്റ്റ്സിൻ്റെ ബേസിലായിരുന്നു. അത് കഴിഞ്ഞാണ് ന്യൂലാൻസിൻ്റെ അഷ്ടക നിയമം. ന്യൂലാൻസ് പറഞ്ഞ എങ്ങനെയായിരുന്നു? അത് സംഗീതത്തിലെ സ്വരങ്ങളെ പോലെ അല്ലേ, 8th എലമെൻറ്റ് ഈസ് ദ റെപ്പറ്റീഷൻ ഓഫ് ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലിയും പിന്നെ ആണെങ്കിൽ ലോതർ മേറോക്ക് വന്നത്. അവരാണ് ഈ എൻഷ്യൻ അല്ലെങ്കിൽ മെൻഡലീഫ് പീരിയോഡിക് ലോ ഉണ്ട്. മെൻഡലീഫ് പീരിയോഡിക് ലോ പറയുന്നത് എന്താ? മെൻഡലീഫ് പീരിയോഡിക് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് മാസസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിന് ഒരു അത്ര അറ്റോമിക് മാസസ് അവിടെ നിൽക്കട്ടെ. അറ്റോമിക് മാസസിനേക്കാൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് അറ്റോമിക് നമ്പറാണെന്ന് പറഞ്ഞു. അറ്റോമിക് നമ്പറാണ് കൂടുതൽ ഒരു എലമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ, ആറ്റത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കുന്ന അറ്റോമിക് നമ്പറാണെന്ന് ഹെൻറി മോഷ്ലി പറഞ്ഞു. ഹെൻറി മോഷ്ലി പറഞ്ഞാൽ ഇംഗ്ലീഷ് ഫിസിസ്റ്റാണ്. അദ്ദേഹം 1930 ഒക്കെ ആയപ്പോഴത്തേക്ക്, 1913 ഒക്കെ ആയപ്പോഴത്തേക്ക്, അതായത് 20th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് അദ്ദേഹം തൊടുത്തു മോഡേൺ പീരിയോഡിക് ലോയുമായിട്ട് വന്നു. ആധുനിക ആവർത്തന നിയമമായിട്ട് വന്നു. മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത് എന്താ? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് their atomic numbers. ഓക്കെ, അറ്റോമിക് നമ്പേഴ്സ് മനസ്സിലാവില്ല. എന്താണ് ആറ്റോമിക് നമ്പർ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ, അതാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ മാസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ മോഡേൺ പീരിയോഡിക് ലോ വരെ നമ്മൾ എത്തി വന്നു. അപ്പോൾ ആ ഒരു 3.3 വരെയുള്ള സെഷൻസ് നന്നായിട്ട് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോമൻക്ലേച്ചറൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയും നല്ല കാര്യമായിട്ട് നന്നായിട്ട് പഠിക്കുക. എക്സാമ്പിൾസ് എല്ലാം ട്രയാഡ്സിന് ന്യൂലാൻഡിൻ്റെ ലോ എഫക്റ്റീവ്സ്, പിന്നെ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ നേട്ടം എന്ത്, അഡ്വാൻറ്റേജ് എന്ത്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, മീൻസ് മെറിറ്റൊക്കെ നന്നായിട്ട് നോക്കുക, ഡിമെറിറ്റ്സ് നോക്കുക. മോഡേൺ പീരിയോഡിക് ലോയും NCERT ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഓക്കെ.